ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, അതുകൊണ്ട് അത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഹോട്ടൽ ശബരീഷ് കണ്ടു. ഇവിടുത്തെ നമ്പർ 1 വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അത് നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇവിടെ ഭയങ്കര അഭിപ്രായമുള്ള ഹോട്ടൽ, നല്ല തിരക്കാണ്. തമിഴ്നാട് സ്റ്റൈൽ മസാല ദോശ എത്തിയിട്ടുണ്ട്. ഗീ റോസ്റ്റ്. ഇവിടെ നമ്മുടെ നാട്ടിലെ നെയ്റോസ്റ്റ് മസാല ദോശയൊക്കെ വാങ്ങിയാലും അതിൻ്റെ കൂടെ ഒരു 100 കൂട്ടം സാധനങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വീറ്റും ഉണ്ട്, കേസരി. നല്ല ഒന്നാന്തര ഫുഡായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ദാണ്ട് ഒരു അമ്മൂമ്മ പൂക്കളൊക്കെ ആയിട്ട് വന്നു. ട്രീസക്കുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മുഴം മേടിച്ചു, പക്ഷെ അവൾ വെച്ചില്ല. പിന്നെ ഞാനാണത് വെച്ചത്. ഓ, ഞങ്ങൾ തമിഴ് സ്റ്റൈലാവാനുള്ള പരിപാടിയാണ്. എന്നാ ഒരു ശൂലം കൂടെ പിടിച്ചോ. കേറിയാന്ന് തോന്നുന്നു. ഓരോരോ മെനക്കേട്. അപ്പൊ ഓക്കെ, ബൈ. നിങ്ങളെല്ലാം ഒരുപോലായി. ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ മീനാക്ഷി അമ്മൻ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടി ഊബർ വെയിറ്റ് ചെയ്ത് ഇരിക്കുക. കുറച്ചു നേരമായി, പുള്ളിയെ കാണുന്നില്ല. പുള്ളി ഒരു ബ്ലോക്കിൽ പെട്ടാണോ? ഇവിടെ ഫുൾ 1 വേയും 2-2.5 കിലോമീറ്റർ. അപ്പം മിക്കവാറും അതായിരിക്കും കാര്യം. നമ്മൾ നോക്കുമ്പോൾ 1 കിലോമീറ്റർ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ 2 കിലോമീറ്റർ ദൂരെ ആയിരിക്കും ഓട്ടോ. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെ വളഞ്ഞു വരണം. ഓ, ഏതായാലും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഉടനെ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷയോടെ. ഇവിടെ ഇതൊരു വമ്പൻ തുണിക്കടയാട്ടോ, ചെന്നൈ സിൽക്സ്. ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ ഇരിക്കുന്നത്. ബാക്കിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതിന് ഫ്രണ്ടിലാണ് നമുക്ക് ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരിക്കാം. ഞങ്ങളപ്പം ഓട്ടോയിൽ കയറി അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ട് നിലയാണ്. ഞങ്ങൾ ഇരിക്കുന്നത് ഒരിടത്ത്, അവര് മേളില്. 2 നില ഓട്ടോ. അങ്ങനെ ഞങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെത്തി. നമ്മൾ താമസിച്ചെടുത്തുന്ന ഒരുപാട് ദൂരമൊന്നുമില്ല, പെട്ടെന്ന് എത്തി. ഒരു 5-10 മിനിറ്റ് യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 സൈഡിലും നിറയെ കടകളാണ് കേട്ടോ. പാത്രക്കടകൾ, തുണിക്കടകൾ, പൂക്കൾ, ടോയ്സ്, അങ്ങനെ 1000 കടകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ദേവിയുടെ നേർച്ച എന്ന് പറയുന്നത് താമരപ്പൂമാലയാണ്. അതും വിൽക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വഴിയിൽ ഇരിപ്പുണ്ട്. നമ്മൾ മാലയൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ അകത്തേക്ക് വേഗം കയറാം, കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്നും കൊണ്ടുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പക്ഷെ ഇവിടെ കയറിയപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ അകത്ത് മൊബൈൽ ഫോൺസ് അലൗഡ് അല്ല. നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ ഇവർ തന്നെ സൂക്ഷിച്ചോളും. നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വളരെ സേഫായിട്ട് തന്നെയാണ് അവരെല്ലാം കീപ്പ് ചെയ്യുന്നത്. അപ്പം മൊബൈൽ ഫോൺസ് ഉള്ളിൽ അലൗഡ് അല്ല. അപ്പം ഞങ്ങളിവിടെ ലോക്കറിൽ മൊബൈൽ വെക്കാൻ പോവാണ്. കാരണം മൊബൈൽ ഫോൺസ് ഉള്ളിലേക്ക് കയറ്റത്തില്ല അല്ലേ. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ഒരുപാട് ഗൈഡുകളുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഗൈഡിനെ എടുത്തു. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കി. ഓരോ തൂണുകൾക്ക് വരെയും കഥകൾ പറയാനുണ്ട്. ഒരുപാട് അതിശയങ്ങളായിരുന്നു അതിൻ്റെ അകത്ത് ഞങ്ങളെ കാത്തിരുന്നത്. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷെ ഞങ്ങളെക്കാൾ അധികം ആ കഥകൾ കേൾക്കാനും ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തൊട്ടും കണ്ടും മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു. ശരിക്കും വലിയൊരു അനുഭവമായിരുന്നു അതിൻ്റെ അകത്ത് കയറിയത്.
അങ്ങനെ അമ്പലത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപിടി നല്ല ഓർമ്മകളുമായി ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. ഈ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. ഇതിൽ 4 ത്രെഡ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് വലിച്ച് അതനുസരിച്ച് മാത്രം. ഇത് വേണോടി? ഇത് തടിയുടെ ടോയാണ്. ഈ ഫുള്ള് തടി. അപ്പൊ ഇതാണ്ട് ഇതിനകത്ത് ഈ വാലൊക്കെ ഇങ്ങനെ അതിനകത്ത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് 240. പക്ഷെ ഇതിന്റെ അകത്തും തടിയാ. ഇതിനെ ലിങ്ക് ചെയ്ത് നിർത്തിക്കുന്നതും തടി തന്നെ. അതല്ലടാ ആന്റി പറഞ്ഞത് ഏതാ പാപ്പ ഏതാ വേണോ ഇത് എടുത്തു തരാമെന്നാ പറഞ്ഞേ. കാണിച്ചോട്. പിന്നെ മധുരയിൽ നിന്ന് 3 പേർക്കും ഓരോ ടോയ് ഒക്കെ മേടിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ഞങ്ങള് തിരുമലൈ നായ്ക്കർ മഹലിന്റെ ഫ്രണ്ടിലാണ്. ഞങ്ങൾ അതിലേക്ക് കയറാൻ പോവാണ്. കുട്ടികളെല്ലാം വെയിറ്റിങ്ങിലാണല്ലേ. അമ്മ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുക. അങ്ങനെ ഞങ്ങള് തിരുമലൈ നായ്ക്കർ മഹലിന്റെ പാലസാ അല്ലേ. മധുരയിലെ നായക രാജവംശത്തിലെ രാജാവായിരുന്ന തിരുമല നായക രാജാവിൻ്റെ കൊട്ടാരമാണ് തിരുമല നായക കൊട്ടാരം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്നത് ആ വലിയ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇവിടെ നിന്ന് ഗൈഡ് നമ്മളോട് പറഞ്ഞത് ഇതിൻ്റെ 4 ഇരട്ടിയോളം വലുപ്പമുണ്ടായിരുന്നു യഥാർത്ഥ കൊട്ടാരത്തിനെന്നാണ്. ഇതിൻ്റെ നടുക്ക് കാണുന്ന ഈ വലിയ ഹോളിൽ അന്നത്തെ കാലത്ത് പ്രോഗ്രാമുകളൊക്കെ അവർ നടത്തിയിരുന്നു. ഈ കൊട്ടാരത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ വലിയ തൂണുകൾ തന്നെയാണ്. കുറേ ഓപ്പൺ സ്പേസ് കാര്യമായിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ബ്യൂട്ടിഫുൾ ഡിസൈനുകളാണ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഒരു കൊട്ടാരം. കാഴ്ചകൾ മനോഹരമാണ്. വലിയൊരു സ്പേസാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇത് വലിയൊരു സ്പേസാണ്. ഈ സ്പേസിനകത്ത് ഒരുപാട് പ്രോഗ്രാംസൊക്കെ നടത്തുന്നതാണ്. ഇവിടെ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ആർക്കിടെക്ചറൊക്കെ ഭയങ്കര രസകരമാണ്. കണ്ടില്ലേ, ഭയങ്കര ഡിസൈൻസാണ്. ഇതൊരു കൊട്ടാരമാണേ, പക്ക ഒരു കൊട്ടാരം. സിംഹാസനമാണ്. ഇതാണ് സിംഹാസനം. ഇത് പെയിന്റഡ് ആണ്. ഇത് ഗോൾഡൊന്നും അല്ല, ഇത് പെയിന്റഡ് ആണ്, തടിയാണ്. ഇതിൻ്റെ സീലിംഗ് വർക്ക്സ് ആണ് ബ്യൂട്ടിഫുൾ. എല്ലാം പെയിന്റിങ്സും ഈ വെജിറ്റബിൾ പെയിന്റിങ്സ് ആണ്. ഡ്രൈ ആക്കിയിട്ട് അത് തേങ്ങാവെള്ളത്തിൽ ആ കളർ പൗഡറാക്കി അതിനെ തേങ്ങാവെള്ളത്തിൽ കലക്കി പെയിൻറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഈ കൊട്ടാരത്തിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയതുണ്ടല്ലോ ഈ ചിത്രങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ആർക്കിടെക്ചറോ ഒന്നും അല്ല, ഈ തൂണുകളാണ്. ഭയങ്കര വലിയ തൂണുകളാണ്. നമുക്ക് അതിശയം തോന്നും. ഒരു തൂണുണ്ടെങ്കിൽ ഒരു 10 വീടുകളിൽ വെക്കാനുള്ള സിമൻ അതിനകത്ത് കാണും, എനിക്ക് ഉറപ്പാണ്. അതുപോലെ വലിയ തൂണാണ്. അത് 1, 2 ഒന്നുമല്ല, ഒരു എത്ര ആണ്, ഒരു 100 എണ്ണെങ്കിലും കാണും. 100 അല്ല, അതിൽ കൂടുതൽ ഒരുപാട് തൂണുണ്ട്. അതും തൂണെന്നൊക്കെ പറഞ്ഞാൽ 1.5 തൂണാണ്. ഈ കുതിരയൊക്കെ കണ്ടോ? ഇതിൻ്റെയൊക്കെ കാല് കണ്ടില്ലേ? കാല്, അതിൻ്റെ ശരീരമൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. മുഗൾ രാജാക്കന്മാരുടെ തിരോട്ട കാലത്ത് അവരിവിടെ യുദ്ധത്തിന് വന്നപ്പം ഇതുപോലെ പല അനിഷ്ടങ്ങളും സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും അത് തന്നെ അനിഷ്ട സംഭവങ്ങളുണ്ട്. അതായത് ഇവരിതെല്ലാം ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. മുഗൾ രാജാക്കന്മാർ ഇവിടെ 7 പ്രാവശ്യം ആക്രമിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, നമ്മുടെ മധുര മീനാക്ഷി ദേവി ക്ഷേത്രത്തിനുള്ളിലും പല ശില്പങ്ങളിലും ആക്രമണം നടത്തി അതിൻ്റെയൊക്കെ പല
ഭാഗങ്ങളും അടന്നു പോയിട്ടുള്ളത് അതിപ്പോഴും അവിടെ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആനകൾ, വ്യാളി, പക്ഷികൾ, കൂടുതലും വ്യാളിയും പാമ്പും ഒക്കെയാണ് ഇവിടുത്തെ ഇതിൻ്റെ കൊത്തുപണികൾ പോലെ ചെയ്ത് വെച്ചേക്കുന്നതിൽ ഭൂരിഭാഗവും. ഇവിടെ തൂണിൻ്റെ അളവെടുത്തോണ്ടിരിക്കുവാണ്. എല്ലാവരും ഇവിടെ തൂണിൻ്റെ അളവെടുത്തോണ്ടിരിക്കുവാണ്. ഓ, എത്തുന്നില്ല, ഇനി ഇച്ചിരി കൂടെ ആവാനുണ്ട്. മതി, അത്രേ ഉള്ളൂ. പിടി ഒരാളൂടെ വന്നാലേ പറ്റത്തുള്ളൂ. അങ്ങനെ തിരുമല നായക മഹലിലെ സർവ്വ കാഴ്ചകളും കണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പൊ നമ്മൾ ഗാന്ധി മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വണ്ടിയിലുണ്ട്. ബാക്കിലൊക്കെ ആ ഒരു കൊണ്ട് ഡബിൾ ഡെക്കർ ഓട്ടോയിൽ ഞങ്ങൾ ഗാന്ധി മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം. നമ്മളിപ്പോൾ ഗാന്ധി മ്യൂസിയത്തിനകത്തോട്ട് എൻ്റർ ചെയ്യുവാണ്. ഞങ്ങൾ ഇവിടെ വന്നതിൽ ഒരു മനുഷ്യനെ പോലും കാണാത്തത് ഇവിടെ മാത്രമാണ്. ഒരു വണ്ടിയാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെന്താണെന്നറിയോ, പൊതുവെ ഇങ്ങനത്തെ ഒന്നും കാണാൻ വലിയ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് അല്ലേ. ഞങ്ങൾ പോലും ഇതിനെ കുറിച്ച് അറിഞ്ഞത് അലമ്പം പറഞ്ഞ അതിനെ കാണണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അപ്പൊ അമ്മനെ അവരെ കാണണമെന്ന് പറഞ്ഞോണ്ട് കണ്ടതാ. ഗാന്ധിജിയുടെ ചിതാഭസ്മം ഇവിടെ ഉണ്ട്. ഗാന്ധിജിയുടെ നമ്മുടെ മഹാരാഷ്ട്രയിലെ വർധ ഇല്ലേ, അതിന്റെ ചെറിയൊരു റെപ്ലിക്ക ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കും. ഓ ശരി. കണ്ടോ, അവിടെ ഇരുന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ചൊക്കെയുള്ള ഡിസിഷൻ എടുക്കുന്നത് ഗാന്ധിജി. അപ്പൊ അതിന്റെ ഒരു രൂപ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചു. ഇതൊക്കെ ക്ലോസ്ഡ്. ഇത് ഗാന്ധിജിയുടെ ഒരു മ്യൂസിയമാണ് കേട്ടോ. അദ്ദേഹം ആരെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അങ്ങനെ പല ചരിത്ര പുസ്തകങ്ങളും നാണയങ്ങളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. ഗാന്ധി മ്യൂസിയത്തിനകത്ത് തന്നെയുള്ള മറ്റൊരു ഗാലറിയാണ് ഈ കാണുന്നത്. ഇവിടെ മധുരയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുമാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അല്ലാതെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാം. നന്നങ്ങാടിയാണോ? നന്നങ്ങാടി നമ്മുടെ നാട്ടിലെ ആണോ?
Mango. ഭയങ്കര രണ്ട് തലയാണ് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലും ബാക്കിലും തന്നെയുണ്ട്. ഫിഷ് കടലിലെ പവിഴപ്പുറ്റ് പഴുതാര ഇതിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഫ്ലൈയിങ് ഡിസാണ്? അങ്ങനെ ഗാന്ധി മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് തിരിച്ചു പോയത്. അവിടെ ചെന്ന് ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് ലഞ്ചും കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് അളകാർ കോവിലിലേക്കാണ്. മധുരയിൽ സിറ്റിയിൽ നിന്നും ഏകദേശം ഒരു 10-20 കിലോമീറ്റർ അകലെയുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ് ഈ അളകാർ കോവിൽ. അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കാടിന് നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത്. അളകാർ കോവിലിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 3 അമ്പലങ്ങളാണ് ശരിക്കും ഉള്ളത്. ഏറ്റവും മുകളിൽ ഒരെണ്ണം, അതിന് താഴെ ഒരെണ്ണം, ഏറ്റവും താഴെ ഒരെണ്ണം. കാട്ടുപോത്തിനെ ഇത്ര അടുത്ത് ഞങ്ങൾ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ അടുത്ത് കണ്ട എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഞങ്ങൾ ആദ്യം തന്നെ ഈ മുരുകൻ ക്ഷേത്രത്തിലേക്കാണ് കയറിയത്. ഈ മേഖല കാണുന്ന ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ശിവലിംഗം നമ്മൾ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ആ സൈഡിലേക്ക് തിരിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതിന് തൊട്ടും മുകളിലായിട്ടായിരുന്നു തീർത്ഥം എന്ന് പറയുന്ന സ്ഥലവും. ഞങ്ങൾ അവിടെ പോയി അത് കുറേ സ്റ്റെപ്പ് കയറി ഉള്ളൊരു വെള്ളച്ചാട്ടമാണ്. അതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് അളകാർ കോവിലിലേക്ക് തന്നെ വരികയാണ്. അന്നേരം വീണ്ടും റോഡിലെല്ലാം കാട്ടുപോത്ത്. ഇതാണ് അളകാർ കോവിൽ. ഈ അളകാർ കോവിലിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 വശത്തും വലിയ ചുറ്റുമതിലുണ്ട്. ഇതെല്ലാം കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഗോപുരം, അതിലെ ചിത്രപ്പണികളാണെങ്കിലും ഭയങ്കര ഭംഗിയാണ് കാണാൻ. അളകാർ കോവിലിൻ്റെ ഉള്ളിലും നമുക്ക് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാൻ ഒക്കത്തില്ലായിരുന്നു. ഇവിടെ നമ്മൾ മൊബൈൽ എവിടെ ഏൽപ്പിക്കുകയൊന്നും വേണ്ട, നമ്മുടെ പോക്കറ്റിൽ തന്നെ വെച്ചിരുന്നാൽ മതിയായിരുന്നു. ഇതിൻ്റെ ഉള്ളിലും ഒരുപാട് നല്ല കാഴ്ചകളുണ്ടായിരുന്നു. ഒരുപാട് നല്ല ചുവർ ചിത്രങ്ങൾ, നല്ല ശില്പങ്ങൾ, നല്ല ഭംഗിയായിരുന്നു ഈ അമ്പലത്തിൻ്റെ ഉൾവശവും. ഇന്ന് അമ്പലങ്ങളിൽ നിന്നെല്ലാം ലഡു പ്രസാദമായിട്ട് കിട്ടി. പക്ഷേ ഈ അമ്പലത്തിൽ അത് വ്യത്യസ്തമായിരുന്നു. ഇവിടെ ദോശയായിരുന്നു. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും പാരമ്പര്യങ്ങളും എല്ലാമുള്ള മധുരൈ നഗരത്തിനോട് യാത്ര പറയുകയാണ് ഞങ്ങൾ. ഒരിക്കലും തീരാത്ത വിശേഷങ്ങളാണ് മധുരയ്ക്കുള്ളത്. അങ്ങനെ ഉറങ്ങാത്ത നഗരത്തിനോട് ഞങ്ങൾ യാത്ര പറഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക്. ഞങ്ങളുടെ ഈ യാത്രാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ.